സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി നിയമനം നടക്കുന്നില്ലെന്ന് പരാതി. യോഗ്യത നേടിയ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളുടെ ഇരട്ടിയിലും അധികം ഒഴിവുകൾ ഉണ്ടായിട്ടും നിയമനത്തിൽ അട്ടിമറി നടക്കുന്നുവെന്നാണ് ആക്ഷേപം. ഭിന്നശേഷിക്കാർക്ക് പരിഗണന നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഭിന്നശേഷി സംഘം സെക്രട്ടേറിയറ്റിന് മുന്നിൽ യാചനാ സമരം നടത്തി. റിപ്പോർട്ട് കാണാം. വെല്ലുവിളികൾ നേരിടുന്ന മനുഷ്യരുടെ സാമൂഹിക മുന്നേറ്റം എന്നതാണ് ഇന്നത്തെ ഭിന്നശേഷി ദിനത്തിന്റെ മോട്ടോ എന്ന് പറയുന്നത്. പക്ഷേ എത്രത്തോളം സർക്കാർ ഇവരെ ഈ സാമൂഹികമായി മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുകയും ചെയ്യുന്നത്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഒരു സമരമാണിത്. യാചനാ സമരമാണ് ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. ഈ സമരം നടക്കുന്നത് എയ്ഡഡ് സ്കൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഭിന്നശേഷിക്കാരുടെ നിയമനം അത് വൈകിപ്പിക്കുന്നു, അട്ടിമറിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ്. അതിൽ സർക്കാർ കൃത്യമായി ഇടപെടേണ്ടതുണ്ട് എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു യാചനാ സമരവുമായി ഭിന്നശേഷിക്കാർ എത്തിയിരിക്കുന്നത് എന്നതാണ്. ചേട്ടാ, ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാനുണ്ടായ കാരണം? ഞങ്ങൾ 4 വർഷമായി സർക്കാർ ഞങ്ങൾക്ക് ജോലി തരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു. ബി.എഡ്, സെറ്റ്, നെറ്റ് തുടങ്ങിയ ഭിന്നശേഷിക്കാരാണ് ഞങ്ങൾ ഈ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും. പക്ഷേ കാറ്റഗറിയുടെ പേര് പറഞ്ഞ്, അതായത് ഓരോ കാറ്റഗറി ആയിട്ട് സർക്കാർ ഞങ്ങളെ തരം തിരിച്ചുകൊണ്ട് യഥാർത്ഥ ഭിന്നശേഷിക്കാരില്ല, യോഗ്യത നേടിയ ഭിന്നശേഷിക്കാരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് നിയമനം തരുന്നില്ല. ഇന്നലെ ഒരു സർക്കാരിൻ്റെ ഒരു പ്രസ്താവന കണ്ടു. അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റുകളുടെ പ്രസ്താവന കണ്ടു, യോഗ്യരായ ഭിന്നശേഷിക്കാരില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഞങ്ങൾ ഈ യോഗ്യതകൾ നേടിയിട്ട് എംപ്ലോയ്മെൻറ്റുകൾ രജിസ്റ്റർ ചെയ്തിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. നെറ്റ്, സെറ്റ് തുടങ്ങിയ യോഗ്യതകളുള്ള ഭിന്നശേഷിക്കാരാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ഒരു യോഗ്യതയും ഒരു നിയമനവും ലഭിച്ചിട്ടില്ല. ഒരു ഇൻ്റർവ്യൂ കാർഡ് പോലും വരാത്തവരാണ് ഞങ്ങൾ. പക്ഷേ മാനേജ്മെൻറ്റുകളും അതുപോലെ തന്നെയുള്ള എംപ്ലോയ്മെൻറ്റുകളും പറയുന്ന ഭിന്നശേഷിക്കാരെ കിട്ടാനില്ല എന്നാണ്. ഞങ്ങൾ ആരോട് പറയും ഈ കഷ്ടം? ഞങ്ങൾ ആരോട് പറയും? ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് പരിമിതികളുണ്ട്. പക്ഷേ ഞങ്ങളുടെ പരിമിതികളെല്ലാം പാടെ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ യോഗ്യതകളെല്ലാം നേടിയത്. ഞങ്ങൾ നേടിയ ബിരുദം ഞങ്ങൾക്കൊരു ജോലിക്ക് ലഭ്യമാകുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ ഈ ബിരുദം എന്തിനു വേണ്ടിയിട്ടാണ്? ഞങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു സമരമായിട്ട് മുന്നോട്ടെത്തിക്കുന്നത്. ഞങ്ങൾ ഇത്ര 4 വർഷം കാത്തിരുന്നു. 4 വർഷം കാത്തിരുന്നിട്ടും ഞങ്ങൾക്ക് ജോലി ലഭിക്കാത്തതുകൊണ്ട് ഇനി ഞങ്ങൾ യാചനാ സമരമായിട്ട് ഇറങ്ങുകയാണ്. ഇനി ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ പിച്ചപാത്രം എടുത്ത് സർക്കാരും ഭരണ തലപ്പത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് ഞങ്ങൾ കടന്നു ചെല്ലും. കാരണം ഞങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു സമരവുമായി ഇവർക്ക് കടക്കേണ്ടി വന്നത് എന്നതാണ്. സഹതാപമല്ല, മറിച്ച പരിഗണനയാണ് വേണ്ടത് എന്നതാണ്. ഇവർ ഉന്നയിക്കുന്ന നിരവധി ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളിലൊക്കെ തന്നെയും ഒരു പരിഗണന അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ്. നേരത്തെ ഈ മാനേജ്മെൻറ്റ് നിയമനം അട്ടിമറിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഒരു സമിതി അടക്കം രൂപീകരിച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ എങ്ങോട്ടും എത്തിയില്ല എന്നതാണ് ഇവർ പ്രധാനമായും ആരോപിക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ ലിസ്റ്റ് നോക്കിയാൽ തന്നെ അധ്യാപകരുടെ യോഗ്യത നേടിയ 1000-ൽ താഴെ ആളുകൾ മാത്രമാണുള്ളത്. പക്ഷേ അതിനപ്പുറം അതിനിരട്ടി ഒഴിവുകൾ എപ്പോൾ പോലും ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആ ഒഴിവുകളിലേക്ക് എന്തുകൊണ്ട് നിയമനം നടക്കുന്നില്ല എന്ന ചോദ്യം തന്നെയാണ് ഈ ഭിന്നശേഷിക്കാർ ചോദിക്കുന്നത്. ഈ ഭിന്നശേഷി ദിനത്തിലെങ്കിലും ഇവർക്കൊരു പരിഗണന കൊടുത്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എന്ന ചോദ്യമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരമൊരു സമരവുമായി രംഗത്ത് വരികയും ചെയ്തത്. ഇതൊരു സൂചന മാത്രമാണെന്നും ഇനി വരുന്ന സമയങ്ങളിൽ ഒരു പരിഗണനയും തരാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിലും ഇതേ രീതിയിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നത് തന്നെയാണ് ഭിന്നശേഷിക്കാർ അറിയിക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലൂർ, റിപ്പോർട്ടർ തിരുവനന്തപുരം.